വന്നിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എന്റെ അച്ഛനും അമ്മയും എന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാറുണ്ട്. അതിപ്പോ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ക്രിസ്മസിന് സാന്റ വന്ന് ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞു. അവസാനം സാന്റയും വന്നില്ല. കരോളിൽ വന്ന സാന്റ നമ്മളെ നിന്ന് പൈസയും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ ക്രിസ്മസിന് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് സങ്കടം അതല്ല, പള്ളിയിൽ പ്രോഗ്രാം ചെയ്യാത്ത അമ്മച്ചിമാർക്ക് സാരി, മലക്കറി, അരി എല്ലാം ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇതുവരെ നമുക്കൊരു ഗിഫ്റ്റ് ഇതുവരെ തന്നിട്ടില്ല. ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പഴയ കളിപ്പാട്ട. നമ്മൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ ഷോർട്ട് കേസ് വെക്കാൻ. കരോളിന് ക്രിസ്മസ് താത്ത വരുമ്പോ എനിക്കൊരു പേടി. ഞാൻ നോക്കുമ്പോ എന്റെ പപ്പ പേടിച്ച് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കും. ചോദിക്കുമ്പോ പറയും 19s അങ്ങനെയാണ്. ഒരു ദിവസം നമ്മുടെ പള്ളിയിൽ ഒരു അച്ഛൻ പ്രസംഗിക്കാൻ വന്നു. നിങ്ങൾക്കത് ആരെന്നറിയാമോ? നമ്മുടെ ജിതിനച്ഛൻ പറയാണ് കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഇന്നലെ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കുന്നു. ഏതോ ഒരു ഫോട്ടോ മെൻഷൻ ചെയ്തിട്ട് പറയാണ് സ്റ്റോറിയുടെ. അതെല്ലാം പോട്ട് ഇന്നോള് ഞാൻ സിനിമയ്ക്ക് പോയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ജിതിനച്ഛൻ നിൽക്കുന്നു. ചോദിച്ചപ്പോ പറയാണ് അകത്തൊരു കൺവെൻഷന് വന്നതാണ്. ഈ തിയേറ്ററിന്റെ അകത്ത് എന്ത് കൺവെൻഷൻ? സിനിമ കാണാൻ വന്ന അതൊന്ന് പറയാ പോരെ. ഇന്നോള് ഞാനിവിടെ കൺവെൻഷന് വന്നു. റോഡ് മുഴുവനും 10 ഫ്ലെക്സ് ഇരിക്കുന്നു. അതിനെല്ലാത്തിനും റോബിൻ പാസ്റ്റർ. കൺവെൻഷന് ആള് കുറയാൻ അതാണെന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. റോബിൻ പാസ്റ്ററും ജിതിനച്ഛനും കമ്പെടുക്കാൻ പോയിരിക്കുകയാണ്. അടി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഓടട്ടെ. നന്ദി, നമസ്കാരം.